ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് അവന്തിക പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പം നടന്ന ഇലക്ഷന് ബൈ ഇലക്ഷൻ ഈ ഇലക്ഷൻ നടന്ന സമയത്തും ഷാഫിയുടെ ഇലക്ഷന് വടകരയിലും രാഹുലും ഷാഫിയും ഞങ്ങളൊക്കെ എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളും ഞങ്ങൾ കുടുംബ സംഗമത്തിലും കുടുംബ മീറ്റിങ്ങിലും ഒക്കെ പോയ സമയത്ത് ഞങ്ങളോടൊന്നും സംസാരിക്കാത്തതും അത്രയും അടുത്ത സാഹചര്യമുള്ള സമയത്ത് പോലും ഇങ്ങനെ സംസാരിക്കാത്ത ഒരാള് എങ്ങനെയാണ് അവന്തികയോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങൾ പാലക്കാട് ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, നമ്മുടെ ചാണ്ടിയുമ്മന്റെ ഇലക്ഷന് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരോടും ഉണ്ടാകാത്ത ഒരു രീതിയിലുള്ള അത് ബാക്കി സ്ത്രീകളുടെ വിഷയത്തിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. അവർ പരാതിയായിട്ട് പോവാ. ഈ അവന്തികയുടെ ഇഷ്യൂ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്യണമെന്ന് ഹൈദരാബാദിൽ പോകാം, ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതിന്റെ ഒന്നും തെളിവില്ലാതെ എന്തിന് വെറുതെ ഒരാളുടെ അത് അവന്തികയെ കൊണ്ട് വെളിപ്പെടുത്തിക്കണം. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് അവന്തിക തന്നെ പറയട്ടെ. ആളിപ്പോ എന്തായാലും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മറ്റേ കുട്ടിയോട്, ഞാൻ വേണമെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാനൊരു പോസ്റ്റർ ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്തിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്, നീ ചെയ്ത ഭയങ്കര വിവരക്കേടാണ്, മണ്ടത്തനാണ്, ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഇനി ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ ഇടാം എന്ന് പറയാം അവന്തിക്ക് ഇന്നലെ പറഞ്ഞെന്ന് ആ കുട്ടി പറയുന്ന റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി മനസ്സിലായല്ലോ, ഇത് വേറെ എന്തൊക്കെയോ ലക്ഷ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷെ ഈ പിരികെറ്റി കൊടുത്തവരാരും ഇപ്പൊ അവന്തിയുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ആള് വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാതിരിക്കുവാണ്. ചാറ്റ് നല്ല സുഹൃത്തുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റ് ചെയ്യും, വിളിക്കും. ചാറ്റിംഗ് നല്ല ഫോൺ വിളിക്കാറുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ട്. രാഹുലേണ്ണ MLA ആകുന്നതിന് മുന്നേ അവന്തിക്ക് രാഹുലേണ്ണയായിട്ട് കോണ്ടാക്ട് ഉള്ള ആളുകളാണ്. നല്ല സുഹൃത്തുക്കളായിരുന്നു അവര്. അപ്പോഴും ഇപ്പോഴും സുഹൃത്തുക്കളാണെന്ന് തന്നെ രാഹുലേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ അവന്തികയും ഈ പറയുന്ന ന്യൂസ് 18 വിളിച്ച് തൊട്ട് മുന്നേ വിളിച്ച് സംസാരിച്ചപ്പോൾ അവന്തിക ഒരു യാത്രയിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന വേറെ 3 പേരുണ്ട്. ആ സമയത്ത് വരെയും അവന്തിക പറഞ്ഞ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. എന്തുകൊണ്ട് അവന്തികയുടെ ഫോണിൽ കോൺഫറൻസ് ഇട്ട് വിളിച്ച കോള് അവന്തിക 1 മിനിറ്റ് പോലും വൈകാതെ രാഹുലേട്ടൻ അപ്പൊ തന്നെ അയച്ചു കൊടുത്തു, ചേട്ടനെ കൊടുക്കാൻ നോക്കുവാന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ പറഞ്ഞപ്പോഴാണല്ലോ ഓൾറെഡി രാഹുലേട്ടൻ ഈ വോയിസ് അയച്ചു തരാൻ പറഞ്ഞത്. അപ്പൊ അയച്ചു കൊടുത്തു. അപ്പോഴും അവന്തിക എന്താ പറയണേ, എന്റെ നല്ല സുഹൃത്താണ്, എനിക്ക് രാഹുലിൽ നിന്ന് അങ്ങനത്തെ ഒരു മോശം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അവന്തിക തന്നെ പറയുന്നുണ്ടല്ലോ ഓൾറെഡി. പിന്നെ പെട്ടെന്ന് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ റേപ്പ് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? പക്ഷെ ഇതിനകത്ത് അവന്തികയെ അങ്ങോട്ടാണ് ചാനലുകാർ വിളിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നപ്പം ആ സെക്കൻഡിൽ നമ്മൾ പറയുന്നത് സത്യാവസ്ഥയായിരിക്കും. നമുക്ക് ഇങ്ങോട്ട് ഇപ്പൊ നിങ്ങളോടായാലും ഒരാൾ ആദ്യം ഒന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ പറയുന്നത് ഒരിക്കലും കള്ളമായിരിക്കില്ല, ആ സമയത്ത് പറയുന്നത് സത്യമായിരിക്കും. അത് ഓഗസ്റ്റ് 1-ന്. അപ്പൊ ഇതിനു മുമ്പേ ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയല്ലേ? അത് കമ്മ്യൂണിറ്റിനെ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പരാതി. അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് മൊത്തം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ പോലും ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഞങ്ങൾ പലയിടങ്ങളിൽ സംസാരിക്കും. ഞാൻ മെട്രോ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ ഞങ്ങൾ പല പാർട്ടി പ്രവർത്തനങ്ങളിൽ പോകുന്നതാണ്, അല്ലാതെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഇവരൊക്കെ ആയിട്ട് പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസ്യതയാണ് ഇല്ലാതായി പോയിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ എറണാകുളം ടൗണിലൂടെ രാത്രിയും പകലും എല്ലാ ഓട്ടോ, ഞാൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് ഓട്ടോക്കാരിയാണ്. ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഒരാളുടെ ഭാഗത്തുനിന്നും ഒരു മോശമായിട്ട് ഇതുവരെയും എന്റെ വണ്ടിയിൽ കയറുന്ന ആളുകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും 3.5 വർഷമായിട്ട് രാഹുലേട്ടനെ പോലെ ഒരു പ്രമുഖൻ ഇങ്ങനെ അവന്തികയെ ഹൈദരാബാദിലൂടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അപ്പൊ ഒരു രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയെ കരിവാരത്തേക്കാൻ പലരും കണ്ടുപിടിച്ചൊരു തന്ത്രമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഇതേ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അമയ പ്രസാദിന്റേതും. അടുത്ത ദിവസം ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തും പ്രസ് മീറ്റിംഗ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ വിഷയമായിട്ട് തന്നെ. അപ്പൊ ആ സമയത്ത് എന്റെ കയ്യിലുള്ള കുറെ വോയിസുകളും അത് അതിന് മുന്നേ കുറച്ചു പേർ കൊടുക്കാണ്ട് അതിന് ശേഷം അത് പുറത്തുവിടുന്നതായിരിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇപ്പം ഒരു പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. അത് ഉടനെ തന്നെ ആ ന്യൂസ് 18 ചാനലിലേക്ക് തന്നെ ആരോപണം ഉണ്ടാക്കിയ ആ ഒരു ചാനലിനെതിരെ ഞങ്ങള് കമ്മ്യൂണിറ്റി, രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും പ്രതിഷേധവുമായിട്ടും പോകാനിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആരെയും
ഈ ഒരു രീതിയിലേക്ക് ഒരു മിസ്യൂസ് ചെയ്യാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു രാഷ്ട്രീയത്തിലും പാർട്ടിക്കാർ, ഇത് കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തകർക്കാനും ഞങ്ങളുടെ ഈ ഒരു സ്വകാര്യത, ഞങ്ങളുടെ ഒരു ചേർത്ത് നിർത്തൽ ഇല്ലാതാക്കാനും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് ഇപ്പൊ പറയുകയാണ്. ന്യൂസ് 18ലേക്ക് ഞങ്ങൾ പ്രതിഷേധം ശക്തമായിട്ടുണ്ടാക്കുന്നത്.